കോട്ടയം തൃക്കൊടുത്താനം പോലീസിനെതിരെ ഗുരുതര ആരോപണം ഉണ്ടായിട്ടുണ്ട്. പോലീസിന്റെ ബൂട്ട് കൊണ്ടുള്ള ചവിട്ടേറ്റ് കാലിലെ 2 വിരൽ മുറിച്ചു മാറ്റേണ്ടി വന്നുവെന്ന് ചങ്ങനാശ്ശേരി തെങ്ങണ സ്വദേശി ബിജു തോമസ്. തൃക്കൊടുത്താനം CI ആയിരുന്ന G അനൂപിനെതിരെയാണ് ആരോപണം. ഷിനോജ് ജസ്റ്റിയുണ്ട് വിശദവിവരങ്ങളുമായി. ഷിനോജ്, ഗുഡ് മോർണിംഗ്. വളരെ ഗുരുതരമായ ഒരു ആരോപണം കൂടി പോലീസിനെതിരെ ഇപ്പോഴിതാ വരുന്നു. ബൂട്ട് കൊണ്ടുള്ള ചവിട്ടേറ്റ് 2 വിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്നതാണ് എന്നാണ് പറയുന്നത്. എന്താണ് വിശദമായി ഇവർ പറയുന്നത്? നിയമപരമായ നടപടികളിലേക്ക് ഇവർ കടക്കുന്നുണ്ടോ? മോത്തി, കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ ഏറ്റവും ഗൗരവമായ മറ്റൊരു കാര്യമാണ് ഇത്തരത്തിൽ ഈ തൃക്കൊടുത്താനം പോലീസ് സ്റ്റേഷനെതിരെ നിലവിൽ ഇപ്പോൾ ഉയരുന്നത്. തെങ്ങണ സ്വദേശിയായിട്ടുള്ള ബിജു തോമസ് ആണ് ഈ കേസിലെ പരാതിക്കാരനെന്ന് പറയുന്നത്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ 2024 ഏപ്രിൽ 14 ബിജു ഈ തൃക്കൊടുത്താനം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. അവിടെ ഒത്തുതീർപ്പിന് പോലീസ് തന്നെ നിർബന്ധിക്കുന്നു. ഒത്തുതീർപ്പിന് വഴങ്ങാതെ വന്നതോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ CI ആയിട്ടുള്ള അനൂപ് G ബൂട്ട് ഉപയോഗിച്ച് കാലിൽ ചവിട്ടുകയും തുടർന്ന് ഈ 2-3 ദിവസങ്ങൾക്ക് ശേഷം അത് കാലിൽ ഇൻഫെക്ഷൻ ആവുകയും കാലിലെ 2 വിരൽ തന്നെ മുറിച്ച് മാറ്റേണ്ട രീതിയിലേക്ക് പോവുകയും ചെയ്തത്. എനിക്കൊപ്പം ഈ പരാതിക്കാരനായിട്ടുള്ള ബിജു തോമസ് കൂടി ചേരുകയായിരുന്നു. ചേട്ടാ, എന്തായിരുന്നു സത്യത്തിൽ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, എന്നോട് പണിതിരുന്ന ഒരു കാർപ്പൻ്റർ ഉണ്ടായിരുന്നു, ജിൻഡോ എന്ന് പറഞ്ഞ പെരുമ്പാവൂരുകാരൻ. അവൻ ഒരു വർക്ക് എന്നെ ഡയറക്റ്റ് ചെയ്ത് ഏൽപ്പിക്കുകയുണ്ടായി. ആ സമയത്ത് ഞാൻ ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവന് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് ചെയ്യുകയും അതിൻ്റെ ബാലൻസ് എമൗണ്ടായ ഏകദേശം 30,000 രൂപ എനിക്ക് കിട്ടുവാനുണ്ടായിരുന്നു. അത് ചോദിച്ചപ്പം അവൻ എന്നെ ഫോണിൽ കൂടെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു. ഇത് നിമിത്തം ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഫോണിൽ കൂടെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരാൾ എന്നെ ഭീഷണിപ്പെടുത്തുന്നു, എനിക്ക് പൈസ തരാനുള്ള ആളെന്ന് പറഞ്ഞു. അപ്പോൾ CI പറഞ്ഞു, ഇവിടെ വാ, എനിക്കൊരു പരാതി എഴുതി തരാൻ പറഞ്ഞു. അപ്പോൾ അതിന് അടുത്ത ദിവസം ഞാൻ ബാംഗ്ലൂരും പോകേണ്ടിയായിരുന്നു. അപ്പോൾ പുള്ളി വിളിച്ചതനുസരിച്ച് ഞാൻ പരാതി കൊടുക്കുകയും ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് വീണ്ടും അടുത്ത ദിവസത്തേക്കുള്ള ടിക്കറ്റ് എടുക്കുകയും ചെയ്തു. പക്ഷേ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പം CI സ്വഭാവമൊക്കെ മാറി, പ്രശ്നം തീർക്കണമെന്ന് പറഞ്ഞു. എന്നോട് നിർബന്ധം പിടിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, പ്രശ്നം എങ്ങനെ തീർക്കണ്ടേ, എന്നെ ഭീഷണിപ്പെടുത്തുന്നു, എനിക്ക് പൈസ തരാറുണ്ട്. അപ്പം പുള്ളി കുറച്ച് കഴിഞ്ഞ് എൻ്റെ ഫോൺ ബലമായി പിടിച്ചു മാറ്റുകയും എന്നെ കേസിൽ പ്രതിയാക്കി രീതിയിൽ എന്നെ മാറ്റി നിർത്തുകയും രാവിലെ 10 മണിക്ക് ചെന്ന് എന്നെ വൈകിട്ട് 6:30 വരെ പിടിച്ചു നിർത്തുകയും അതിനിടയ്ക്ക് പല പോലീസുകാർ എന്നെ ഉപദ്രവിക്കുകയും ഈ അനൂപ് എന്ന് പറഞ്ഞ പുള്ളി ഉച്ചയ്ക്ക് ഉണ്ണാൻ പോകുന്നതിന് മുമ്പ് എൻ്റെ കാലെ ചവിട്ടി പുറമോട്ട് എന്നെ തെള്ളിയിട്ട് ഞാൻ ഭിത്തിയെ പിടിച്ച് താഴെ വീണു. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് അസോസിയേഷനുണ്ട്, അവർ നോക്കിക്കോളൂ, നീ എന്നാ ചെയ്തെന്ന് പറഞ്ഞാലും. പിന്നെ ഞാൻ പറഞ്ഞു, എന്നെ ഉപദ്രവിക്കല്ല, ഞാൻ ഇതിന് മുമ്പോട്ട് പോകുമെന്ന് പറഞ്ഞപ്പോഴാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞത്, ഞാൻ ജോലി കയറിയപ്പം എഴുതി കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ കേരളത്തിൽ എവിടെയും ജോലി ചെയ്തോളാമെന്ന്. അങ്ങനെ എന്നെ വൈകിട്ട് 6:30 വരെ ഭക്ഷണം പോലും തരാതെ എന്നെ പിടിച്ചു നിർത്തി. മറ്റൊരു 2 ജാമ്യക്കാരെ വിളിച്ചു വരുത്തി ആണ് എന്നെ മടക്കി അയച്ചത്. ഇടത്തെ കാലിലാണ് ചവിട്ടുന്നത്. അതിനിടയ്ക്ക് എൻ്റെ ഫോൺ എടുത്തിട്ട് എൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് പുള്ളിക്കാരി പറയുന്നുണ്ട്, നിങ്ങളുടെ ഭർത്താവ് വലിയ ക്രിമിനലാണ്, അവനെ ഞാൻ ഇവിടെ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഇങ്ങോട്ട് വരാൻ പറയുന്നുണ്ട്, കുഞ്ഞുമായിട്ട് വരാൻ പറയുന്നുണ്ട്. അപ്പം എൻ്റെ ഭാര്യ മറ്റുള്ളവരോട് ബന്ധപ്പെട്ടപ്പോഴാണ് അവർ പറഞ്ഞത്, നിങ്ങളാരും പോകണ്ട എന്ന് പറഞ്ഞ് മറ്റു സുഹൃത്തുക്കൾ വന്ന് എൻ്റെ ജാമ്യത്തിലിറക്കിയത്. നിലവിൽ പിന്നീട് അതിനുശേഷം ഈ ആശുപത്രി ചെന്ന സമയത്ത് ആശുപത്രി ചെന്നു. ഞാൻ 7 മണിയായപ്പം ചങ്ങനാശ്ശേരി ആശുപത്രി ചെന്ന് ഞാൻ കാര്യം പറഞ്ഞു ഡോക്ടറോട്, എന്നെ ഇങ്ങനെ പരിക്കേൽപ്പിച്ചും ഉപദ്രവിക്കുകയും ചെയ്തേക്കുന്നത് തൃക്കൊടുത്താനം CI ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഞാൻ തൃക്കൊടുത്താനം പോലീസ് അസൾട്ട് ബൈ തൃക്കൊടുത്താനം പോലീസ് എന്ന് പറഞ്ഞെടുക്കാം, അതല്ലാതെ എനിക്ക് SHOയുടെ പേര് എഴുതാൻ പറ്റും. ഞാൻ പറഞ്ഞു, എനിക്കത് മതി. അങ്ങനെ അവിടെ അനന്തരമായ നടപടികളെടുത്ത് ഞാൻ ചികിത്സ സ്വീകരിച്ചു. എനിക്ക് ആൻറ്റിബയോട്ടിക്കുകൾ, എക്സ്റേ, ECG എല്ലാം എടുത്തിട്ട് ഞാൻ അടുത്ത ദിവസം ബാംഗ്ലൂരിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞാണ് 4-5 ദിവസം കഴിഞ്ഞ് എൻ്റെ അവസ്ഥ മോശമാകുന്നതും ഞാൻ കൊളാപ്സായി താഴെ പോകുന്നതും പിന്നെ അവിടുന്ന് എൻ്റെ ജോലിക്കാരെന്നെ ആശുപത്രി മെഡിക്കൽ കോളേജിൽ കൊണ്ട് പോകുന്നതും. അപ്പോൾ അവരെന്നോട് പറയുന്നുണ്ട്, ചികിത്സയുടെ ഭാഗമായിട്ട് ഇത് ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്. പക്ഷേ എൻ്റെ അറിവ് വെച്ച് എൻ്റെ മുറിവില്ലാത്തതുകൊണ്ട് എനിക്ക് ഇൻഫെക്ഷൻ മനസ്സിലായില്ല. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഒരു ദിവസം ഷൂവായിട്ട് ഊരുമ്പം കാണുന്നത് എൻ്റെ കാലിൽ ചെറിയ മറുക് പോലെ. അടുത്ത ദിവസം ഞായറാഴ്ചയായിരുന്നു, തിങ്കളാഴ്ച ഹോസ്പിറ്റലിൽ ചെല്ലപ്പോൾ എന്നെ അഡ്മിറ്റ് ചെയ്തു. അന്ന് രാത്രി തന്നെ എൻ്റെ വിരൽ മുറിച്ച് മാറ്റി. അവിടെ 2 ആഴ്ചയോളം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ചങ്ങനാശ്ശേരി ഹോസ്പിറ്റലിൽ വന്ന് ബാക്കിയുള്ള ചികിത്സയ്ക്ക് വേണ്ടി വന്നപ്പം അടുത്ത ഒരു വിരലും ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്, അതും ചെയ്യണമെന്ന് പറഞ്ഞ് ഏകദേശം 55 ദിവസം അത്രത്തോളം ഞാൻ ചങ്ങനാശ്ശേരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുകയും ചികിത്സ ചെയ്യുകയും 4 മാസത്തോളം ഞാൻ കാല് പൊക്കി വെച്ച് വീട്ടിൽ റെസ്റ്റ് എടുക്കുകയും ചെയ്ത് ഇപ്പോഴാണ് ഞാൻ ഇത് ഇറങ്ങി നടക്കാനും എടുക്കാനും ഉള്ള ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുള്ളത്. പിന്നീട് പരാതി അങ്ങനെ എന്തെങ്കിലും പരാതി കൊടുത്താലും കാര്യമില്ല. കാരണം ഈ പരാതി മേടിച്ചിട്ട് അന്വേഷിക്കാമെന്ന് പറഞ്ഞ് മടക്കി വെക്കത്തേ ഉള്ളൂ, നീതി ലഭിക്കത്തില്ല. അപ്പം പിന്നെ ഞാൻ പരാതി കൊടുക്കാൻ പോയില്ല. കാരണം 6 മാസത്തോളം ഞാൻ ബെഡ് റെസ്റ്റ് എടുത്തിട്ടാണ് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റിയത്. പിന്നെ ഇതിൻ്റെ പുറകെ ആർക്ക് എന്നാ പരാതി കൊടുക്കാൻ? ഈ പോലീസുകാരനെ വിളിക്കുക തന്നെ ചെയ്തോ അനൂപ് എന്ന് പറയുന്നത്? എനിക്ക് നമ്പർ ഇല്ലായിരുന്നു. കാരണം ആ പുള്ളി ഇവിടുന്ന് ട്രാൻസ്ഫർ ആയപ്പോൾ ആ ഫോൺ നമ്പർ ഇവിടെ ഇട്ടിട്ടാണ് പോയത്. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പോലീസുകാരൻ എന്നെ വിളിച്ചിരുന്നു.
നിങ്ങളുടെ പരാതി എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ CIക്കെതിരെ പരാതി എന്ന് പറഞ്ഞപ്പം എന്നെ അസഭ്യം പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഒരു കാര്യത്തിന് ഞാൻ പോയിട്ടില്ല. ഈ അതിന് SP അങ്ങനെയൊന്നും കണ്ടിട്ടില്ല? ഇല്ല, SP എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു. അപ്പോൾ എൻ്റെ ഇത് 6 മാസം ഞാൻ ചികിത്സയിലായിരുന്നുകൊണ്ട് എനിക്ക് പരാതി കൊടുക്കാൻ പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ജീവിത പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് SP പോയി പരാതി കൊടുത്ത് അതിൻ്റെ അനന്തര നടപടിയിലേക്ക് എനിക്ക് പോകാൻ മാനസികമായി പറ്റാത്തതുകൊണ്ട് ഞാൻ പോയി. ചവിട്ടുന്ന CI തന്നെയാണ് അനൂപ് എന്ന് പറയുന്നത്? അനൂപ് തന്നെ എന്നെ ചവിട്ടിയത്. മറ്റു പോലീസുകാർ രണ്ടുപേരും പിടിച്ചു കൊടുക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് കണ്ടാലേ എനിക്കറിയത്തുള്ളൂ, പേരറിയത്തില്ല. ആ സമയത്ത് ഈ ചവിട്ടുന്ന സമയത്ത് പുറമെ വലിയൊരു മുറിവോ പാടമൊന്നും തന്നെ ഇല്ലായിരുന്നു, പക്ഷെ അകത്ത് ചതമുണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. അതാണ് എന്നോട് ബാംഗ്ലൂരിലെ ഡോക്ടർ പറഞ്ഞ അതാണ് ഇൻഫെക്ഷനായി. കാരണം ആ ഞരമ്പ് വലിഞ്ഞിട്ട് അവിടെ ചതഞ്ഞു പോയി. അതാണ് എൻ്റെ വിരൽ ഡാമേജ് ആകുമ്പോൾ കാരണം, അല്ലാതെ വേറെ പരിക്കൊന്നും പറ്റിയല്ല. ഇനി എന്തെങ്കിലും നിയമ നടപടിയായിട്ട് പോകുന്നത്? SP അതേ ഇന്നലെ വിളിച്ചു, നിങ്ങൾ വരാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സമയമില്ലാഞ്ഞുകൊണ്ട് പോയില്ല. ഇനിയും ഞാൻ വക്കീലുമായിട്ട് ആലോചിച്ച് വക്കീൽ പറഞ്ഞത് അവിടെ പോയി പരാതി കൊടുത്തിട്ട് കാര്യമില്ല, കോടതിയിൽ പോകാനായിട്ടാണ് ഞാൻ ഒരുങ്ങിയിരിക്കുന്നത്. ഈ സർജറി നടത്തുന്നത് ഒരെണ്ണം ഇവിടെയും ഒന്ന് ബാംഗ്ലൂരാണ്? ഒന്ന് ബാംഗ്ലൂരിലും ഒന്ന് ഇവിടെയാണ്, രണ്ടുപേരിലാണ്. അതിൻ്റെ മെഡിക്കൽ റിപ്പോർട്ടെല്ലാം എൻ്റെ കയ്യിലുണ്ട്. എന്തായാലും മൂത്തി ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പോലീസിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ, അതിൽ തന്നെ ഏറ്റവും ഗൗരവമേറിയ ആരോപണമാണ് ഇപ്പോൾ നമ്മളിപ്പോൾ കേൾക്കുന്നത്. ചങ്ങനാശ്ശേരി തെങ്ങണ സ്വദേശിയായിട്ടുള്ള ബിജു തോമസ് ആണ് ഇത്തരത്തിൽ തൃക്കൊടിത്താനം CI ആയിരുന്ന അനൂപ് ജിക്കെതിരെ ഇപ്പോൾ ആരോപണമായി രംഗത്തെത്തുന്നത്. വളരെ ഗുരുതരമായി ഒരു സാമ്പത്തിക ഇടപാടിൽ ഒരു പരാതിക്കാരൻ കൂടിയാണ്, അത് എടുത്തു പറയണം. പരാതിയുമായി എത്തിയതാണ്, പക്ഷേ ഒത്തുതീർപ്പ് വഴങ്ങാത്തതിനെ തുടർന്ന് ബൂട്ട് ഉപയോഗിച്ച് കാലിൽ ചവിട്ടിപ്പിടിക്കുകയും അത് ഇൻഫെക്ഷൻ ആവുകയും ആ 2 കാലിൻ്റെ വിരൽ തന്നെ മുറിച്ച് മാറ്റേണ്ട ഗതികേടിലേക്ക് ഈ പരാതിക്കാരൻ എത്തി എന്നതാണ് ഏറ്റവും ഗൗരവമേറിയ കാര്യം. ശരി ഷിനോജ്, ഓരോ ദിവസവും പുറത്തു വരുന്നത് ഇത്തരത്തിൽ നമ്മളെ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളത്. പോലീസ് സ്റ്റേഷനിലേക്കോ യാതൊരു കാര്യത്തിലും ഒരാളും കയറി ചെല്ലാൻ മടിക്കുന്ന തരത്തിലേക്കുള്ള പ്രവൃത്തികൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് എന്തുകൊണ്ടുണ്ടാവുന്നു എന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പോഴും ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നവർ എന്തുകൊണ്ട് മിണ്ടാതിരിക്കുന്നു എന്നും മനസ്സിലാവുന്നില്ല. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഒന്നും പ്രതികരിക്കുന്നില്ല. എന്താണ് സേന ഇങ്ങനെ? സേനയുടെ മനോവീര്യം കെടുത്തുന്നത് ഒന്നും ചെയ്യേണ്ട, പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ സാധാരണ മനുഷ്യന്, പൊതുജനത്തിന് അവന് ഭയമില്ലാതെ കയറി ചെല്ലാൻ, ഒരു പരാതിക്കാരന് പോലും ഒരു പരാതി നൽകാനായി പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നില്ല എന്നത് മുഖ്യമന്ത്രി മനസ്സിലാക്കുന്നുണ്ടോ?